2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്നു അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനു അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനു അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്നു അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളൂ എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനു അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനു അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്നു അവർക്കെതിരെ ദൂരത്ത് നിന്ന്. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം, ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിനു എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്കു എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനു അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കും അങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിയശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമെന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ വീണ പുതപ്പെടുത്തു മടങ്ങിച്ചേർന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പുകൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നുവെന്ന് പറഞ്ഞു അവനെ എതിരേറ്റു. അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അവർ അവനോട്, ഇതാ, അടിയങ്ങളോടുകൂടെ 50 ബലശാലികളുണ്ട്, അവർ ചെന്ന് നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ. പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്തു വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അതിനു അവൻ, നിങ്ങൾ അയക്കരുതേ എന്ന് പറഞ്ഞു. അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ, എന്നാൽ അയച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല. അവൻ യെരിഹോവിൽ പാർത്തിരുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ അവരോട്, പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നുവെന്ന് പറഞ്ഞു. അതിനു അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്നു അതിൽ ഉപ്പിടുവീനെന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവന്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പിട്ടു, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നുവെന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. പിന്നെ അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു അവനെ പരിഹസിച്ചു. അവനോട്, മൊട്ടത്തലയാ കയറിവാ, മൊട്ടത്തലയാ കയറിവാ എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞു അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നു അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. അവൻ അവിടം വിട്ടു കർമ്മേൽ പർവ്വതത്തിലേക്ക് പോയി. അവിടെ നിന്നും ശമര്യയിലേക്ക് മടങ്ങിപ്പോന്നു.